എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമേ തന്നെ എന്നെ തന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് വിൻസെൻ്റ് ചെറുവത്തൂർ, മുക്കാട്ടുകര സെൻറ്റ് ജോർജസ് പള്ളിയുടെ വികാരിയാണ്. അസിസ്റ്റൻ്റ് വികാരി ബഹുമാനപ്പെട്ട ഫാദർ നിതിൻ പൊന്നാരി. കൂടാതെ ഞങ്ങളുടെ പള്ളിയുടെ ട്രസ്റ്റിമാരിൽ പ്രതിനിധി ജോൺ സി തോമസ്, അദ്ദേഹമാണ്. കൂടാതെ തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ ശ്രീ ഈജു ആൻ്റണി, പബ്ലിസിറ്റി കൺവീനർ സേവിയർ കുന്നത്ത്, ജോയിന്റ് കൺവീനർ ജോർജ് ഫിലിപ്പ്, അദ്ദേഹം ഇവിടെ സന്നിഹിതനാണ്. കൂടാതെ PRO ബഹുമാനപ്പെട്ട ജെൻസൺ ജോസ് കാക്കശ്ശേരി എന്നിവരാണ് വേദിയിലുള്ളത്. എൻ്റെ പേര് നിതിൻ പൊന്നാരി. പൊന്നാരി തൃശ്ശൂർ പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് മുക്കാട്ടുകര. മുക്കാട്ടുകരയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള സെൻറ്റ് ജോർജിൻ്റെ ദേവാലയം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇടവകയുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ഗീവർഗീസ് സഹദ. കൂടാതെ ഉപമധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാള് 243 തിരുനാള് സംയുക്തമായിട്ട് ഈ വർഷം ഏപ്രിൽ 10, 11, 12, 13 തീയതികളിലായിട്ട് ആഘോഷം കൊണ്ടാടുകയാണ്. ഈ തിരുനാൾ ആഘോഷങ്ങളിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഏപ്രിൽ 6 തീയതി തിങ്കളാഴ്ച, അതായത് ഇന്ന് വൈകിട്ട് 7 മണിക്ക് നെല്ലങ്കര, മണ്ണുത്തി ദേവാലയങ്ങളിലേക്ക് വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഇടവകയുടെ പരിധിയിൽപ്പെടുന്ന നിത്യവൃത്തിക്ക് ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പലവ്യഞ്ജന കിറ്റും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് സാമ്പത്തിക സഹായവും നൽകുന്നുണ്ട്. ഏപ്രിൽ 6 മുതൽ 11 വരെ പ്രസുതേന്ത്യ വാഴ്ചകൾ നടത്തപ്പെടുന്നുണ്ട്. ഓരോ മേഖലകളായി തിരിച്ചിട്ടാണ് 4 മേഖലകളുണ്ട്. ആ മേഖലയിൽ പെടുന്നവരെയാണ് പ്രസിദ്ധന്തിമാരായിട്ട് വാഴ്ത്തുന്നത്. ഏപ്രിൽ 8 തീയതി ബുധനാഴ്ച വൈകിട്ട് തൃശ്ശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ മേയറും ഇടവക അതിർത്തിയിലെ കൗൺസിലർമാരും തൊട്ടടുത്തുള്ള ശ്രീ കൊക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ കമ്മിറ്റിക്കാരും ഇടവകയിലെ മറ്റ് പ്രമുഖരും എല്ലാം പങ്കെടുക്കുന്ന ഒരു മതേതര സ്നേഹ സംഗമം സ്നേഹവിരുന്നോടുകൂടി നടത്തപ്പെടുന്നുണ്ട്. ഏപ്രിൽ 10 തീയതി വെള്ളിയാഴ്ച ബഹുമാനപ്പെട്ട തൃശ്ശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നതാണ്. ഏപ്രിൽ 10, 11, 12 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വൈകിട്ട് ഫുൾ ഫയർ ഷോ ഉണ്ടായിരിക്കുന്നതാണ്. വൈകിട്ട് ഒരു 7 മണി 7:30 നടത്തപ്പെടുന്നത്. അതും 7 മണി 7:30 അത് കുർബാനയുടെ ദൈർഘ്യമനുസരിച്ച് അത് നീണ്ടുപോകും ചിലപ്പോൾ. അതുകൊണ്ട് കൃത്യം സമയം പറയാനായിട്ട് സാധിക്കും. കുർബാനയ്ക്ക് ശേഷം അതുപോലെ തന്നെ 7 ചികിത്സയ്ക്കുമുണ്ട്. അതുപോലെ തന്നെ മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് കൊടുക്കുന്നത്. അത് ഇടവകയിൽ ഉൾപ്പെടുന്നവരാണ്. അത് അവരുടെ പരിസ്ഥിതി അറിഞ്ഞിട്ട് അതിനനുസരിച്ചിട്ടാണ് കൊടുക്കുക. 3 ദിവസമാണ് വെള്ളി, ശനി, ഞായർ. വെള്ളിയാഴ്ച ദീപാലങ്കരം കഴിഞ്ഞു.